ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരു യൂണിറ്റി ഒക്യുപേഷണൽ ഹബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വളണ്ടിയർ വിംഗ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ബിപിഎങ്ങാളിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ ഭാഗങ്ങളിൽ പര്യടനത്തിന് ശേഷം എറ്റിക്കടവ് യൂണിറ്റി ഹബിൽ സമാപിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനമായ യൂണിറ്റി ഒക്യുപേഷണൽ ഹബിന്റെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഈ ഭിന്നശേഷി കുട്ടികളുടെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമാണ്. അത് 8 വർഷം കഴിഞ്ഞ് 9ാം വർഷമാണ് ഈ ജനുവരി ഇന്ന് മുതൽക്ക് തുടങ്ങുന്നത്. അവരൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മളെ ഉദ്ദേശിക്കുന്നത് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവർ. അവരൊന്ന് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഞങ്ങൾ 2 രക്ഷിതാക്കളാണ് ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സമൂഹം ഇതാണ്ട് ഏറ്റെടുക്കണം, അതിന് വേണ്ടിയിട്ട് അതൊന്ന് പ്രചരിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ബിപിഎങ്ങാളിൽ നിന്നും ആരംഭിച്ച ജാഥ എറ്റിക്കടവ് യൂണിറ്റി ഹബിലാണ് അവസാനിച്ചത്. കുഞ്ഞുമൊയ്തീൻ, ഉണ്ണികൃഷ്ണൻ, വളണ്ടിയർ ക്യാപ്റ്റൻ ജംഷീർ, മുബഷിറ, ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുപാട് ഭിന്നശേഷി കുട്ടികൾ അവിടെ നിലവിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനി ഒരുപാട് ഭിന്നശേഷി കുട്ടികൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടിയും ഇങ്ങനൊരു സ്കൂളും അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മൂലം അല്ലാന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ക്യാമ്പയിനിങ്ങോ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ മൂലം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനിങ് ആണ് ഞങ്ങളിപ്പോൾ ഇന്ന് നടത്താൻ പോകുന്നത്.